നെഗറ്റീവ് ഊർജ്ജമുള്ള ക്ഷേത്രങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നെഗറ്റീവ് ഊർജ്ജമുള്ള ക്ഷേത്രങ്ങളിൽ പോയാലുള്ള ഫലങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ചൈതന്യം അഥവാ എനർജി അത് ചിലരിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയും ചിലരിൽ നെഗറ്റീവായിട്ടുള്ള എനർജിയും സൃഷ്ടിക്കും. ചില ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര വിഗ്രഹത്തിലെ ചൈതന്യം പൂർണ്ണമായി നശിച്ച് നെഗറ്റീവ് എനർജി പുറത്തേക്കൊഴുകുകയും ചെയ്യും. ചില ക്ഷേത്രങ്ങളിൽ നിന്ന് അതിൻ്റെ വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ചൈതന്യം നമ്മളിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജി സൃഷ്ടിക്കുന്നത് നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച്, അതായത് നമ്മുടെ താമസമാണോ രാജസമാണോ അതോ സാത്വികമാണോ നമ്മുടെ സ്വഭാവം എന്നതിനനുസരിച്ചും ആ സമയത്തുള്ള നമ്മുടെ ഗ്രഹനിലയ്ക്കനുസരിച്ചും നമ്മളിൽ ആ ക്ഷേത്ര വിഗ്രഹത്തിൽ നിന്നുള്ള ചൈതന്യം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജി സൃഷ്ടിക്കും. ഉദാഹരണത്തിന് ചില ആളുകളെ കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോഴെല്ലാം നമുക്കൊരു പ്രത്യേക ഉന്മേഷവും ചുറുചുറുക്കും ഉണ്ടാവുകയും നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമ്മൾ കുറേ കൂടി അന്തസ്സോടു കൂടി പ്രവർത്തിക്കാനും ഇരിക്കാനും സംസാരിക്കാനും എല്ലാം ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള എനർജി സൃഷ്ടിക്കുന്നത് കൊണ്ടാണ്. ചില ആളുകളെ കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ഉന്മേഷമെല്ലാം പോയി ഒരു ദേഷ്യവും കോട്ടുവായും ഉറക്കം തൂങ്ങലും പിരിമുറുക്കവും മനം പുരട്ടലും അവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നുക, മനസ്സ് തളരുക എന്നിവ ഉണ്ടാക്കുന്നത് ആ വ്യക്തി നമ്മളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഊർജ്ജം മൂലമാണ്. ആ വ്യക്തിയിൽ നിന്ന് ഒരു നെഗറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഉന്മേഷക്കുറവും ദേഷ്യവും കോട്ടുവായും ഉറക്കം തൂങ്ങലും എല്ലാം സംഭവിക്കുന്നത്. ക്ഷേത്രത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് ക്ഷേത്രം ചിട്ടയോടെ പരിപാലിക്കുമ്പോഴാണ്. ക്ഷേത്രബിംബത്തിൽ നിഷ്ഠയോടെ ശുദ്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂജാതി കർമ്മങ്ങൾ നടത്തുക, ക്ഷേത്രവും ക്ഷേത്ര പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ക്ഷേത്ര ജീവനക്കാരും പൂജാരിയും ക്ഷേത്ര ചിട്ടകൾ പാലിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകും. ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു ഉന്മേഷവും നല്ല അനുഭവങ്ങളും ഭാഗ്യവും കിട്ടുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഊർജ്ജം നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നു എന്ന് കരുതാം. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഊർജ്ജം മുഴുവനും ചോർന്നു പോകുന്നതായി തോന്നുക, ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടുക, തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവ സംഭവിക്കുക, അലഞ്ഞ് തിരിയേണ്ടി വരിക, കരയേണ്ടി വരിക, വലയുക, നെഞ്ചെടുപ്പ് കൂടുക, ഭയം തോന്നുക, ക്ഷേത്ര ജീവനക്കാരോ പൂജാരിയോ ശകാരിക്കുക, അസ്വസ്ഥത അനുഭവപ്പെടുക എന്നിവ സംഭവിച്ചാൽ ആ ക്ഷേത്രത്തിലെ എനർജി നമ്മളിൽ ഒരു നെഗറ്റീവ് ഊർജ്ജമാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് പറയല്ലേ, ഇനി ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ വരില്ല എന്ന്. അത് ആ ക്ഷേത്രം നമ്മളിൽ ഉണ്ടാക്കിയ നെഗറ്റീവ് എനർജി മൂലമാണ്. നമ്മളിൽ നെഗറ്റീവ് ഊർജ്ജമുണ്ടാക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ ദോഷഫലം കൊണ്ടുതരും. അവനവൻ്റെ കുടുംബക്ഷേത്രമല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശിവയിലേക്കുള്ള വളരെ നിഷ്ഠയോട് കൂടി ക്ഷേത്രകർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതായിരിക്കും നല്ലത്. പൊതുവേ പറയാറുള്ളത് മറ്റുള്ളവരുടെ കുടുംബക്ഷേത്രങ്ങളിലും കാവുകളിലും ദർശനം നടത്തരുതെന്നാണ്. അതങ്ങനെ പറയാനുള്ള കാരണം ഈ കുടുംബക്ഷേത്രങ്ങളിൽ പൊതുവേ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളായിരിക്കും പൂജാരി. അയാൾ പൂജാകർമ്മങ്ങൾ നിഷ്ഠയോടെ യഥാവിധി പഠിച്ചായിരിക്കില്ല ചെയ്യുന്നത്. അതുപോലെ കാവുകൾ പലതും ഉഗ്രമൂർത്തികളുടെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് കുടുംബക്ഷേത്രങ്ങളിലും കാവുകളിലും പോകരുതെന്ന് പൊതുവേ പറയാറ്. എങ്കിലും കാവിലും മറ്റുള്ള കുടുംബക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളിലും പോകാം. നെഗറ്റീവ് എനർജിയുള്ള ക്ഷേത്രങ്ങൾ എങ്ങനെയുള്ളവയാണെന്ന് നോക്കാം. ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രങ്ങൾ, നിത്യ പൂജയില്ലാത്ത ക്ഷേത്രങ്ങൾ, സ്ഥിരമായിട്ടൊരു പൂജാരി ഇല്ലാതെ മുട്ടുശാന്തിമാരെ കൊണ്ട് പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ, മനുഷ്യ മൃഗബലി നടത്തുന്ന ക്ഷേത്രങ്ങൾ, വിഗ്രഹത്തിൽ പൂജ നടത്താത്ത ക്ഷേത്രങ്ങൾ, അശുചിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ, കടന്നൽ കൂടുകെട്ടിയ ക്ഷേത്രങ്ങൾ, കാക്കശല്യമുള്ള ക്ഷേത്രങ്ങൾ, ക്ഷേത്ര ജീവനക്കാർക്കോ ക്ഷേത്ര പരിസരത്തുള്ളവർക്കോ ക്ഷേത്ര പൂജാരിമാർക്കോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരന്തരം നിൽക്കുന്നവർക്കോ അസുഖമോ മരണമോ നിരന്തരം സംഭവിക്കുന്ന ക്ഷേത്രങ്ങൾ, കലശമാടാത്ത ക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുന്ന ക്ഷേത്രമായി കണക്കാക്കാം. അവനവന് ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴാണോ നല്ല അനുഭവവും ഭാഗ്യവും മനസ്സന്തോഷവും സിദ്ധിക്കുന്നത് ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നല്ലത്. മോശം അനുഭവങ്ങളും ദോഷഫലങ്ങളും കൊണ്ടുതരുന്ന ക്ഷേത്രങ്ങളിലുള്ള ദർശനം ഒഴിവാക്കുക.